പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇനി മറ്റൊരു പ്രധാന വാർത്തയിലേക്ക്. റിപ്പോർട്ടർ എക്സ്ക്ലൂസീവ് ബ്രേക്കിംഗ്. അധ്യാപക സംവരണത്തിന് വ്യാജ സർട്ടിഫിക്കറ്റ് നൽകുന്ന ലോബി സജീവമാണ്. ഏതാണെന്ന് നിങ്ങൾ അറിയണം. അത് സാധാരണ തലത്തിലുള്ള ഡിഗ്രി സർട്ടിഫിക്കറ്റ് അല്ല. കേൾവി പ്രശ്നങ്ങളില്ലാത്ത അധ്യാപകന് 80% വൈകല്യമുള്ള ടെക്നിക്കൽ സർട്ടിഫിക്കറ്റ് നിർമ്മിച്ചു നൽകി. സർട്ടിഫിക്കറ്റ് നിർമ്മിച്ചു നൽകുന്ന ഭിന്നശേഷി സംഘടനാ നേതാവിന്റെ ഫോൺ സംഭാഷണം ഇപ്പോൾ പുറത്തു വരുന്നു. ഭിന്നശേഷി സംഘടനാ നേതാവ് യൂസഫ് പള്ളിയത്തും ഉദ്യോഗാർത്ഥിയും തമ്മിലുള്ള ഫോൺ സംഭാഷണമാണ് നമ്മൾ ആദ്യം കേൾക്കുന്നത്. ഭിന്നശേഷി സർട്ടിഫിക്കറ്റ്, വ്യാജ സർട്ടിഫിക്കറ്റ് കൊടുക്കുക, അതുവഴി ജോലി സമ്പാദിക്കുക. അങ്ങനെ ചില ആളുകളെങ്കിലും ജോലിയിൽ കയറിയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മുടെ അന്വേഷണത്തിൽ ബോധ്യമായത്. ഇങ്ങനെ വ്യാജ സർട്ടിഫിക്കറ്റ്, ഭിന്നശേഷി ഉണ്ട് എന്നുള്ള വ്യാജ സർട്ടിഫിക്കറ്റ് നിർമ്മിച്ചു നൽകാം എന്ന് പറഞ്ഞൊരു ലോബി നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ പ്രവർത്തിക്കുന്നു എന്നാണ് ഈ ശബ്ദരേഖ തെളിയിക്കുന്നത്. നമുക്ക് കേൾക്കാം. ഹലോ, വിൻസനാണ്. നമ്മള് അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ പണി കിട്ടാൻ സാധ്യത ഉണ്ടോ? അല്ല, മറ്റേ പണി കിട്ടുമെന്ന്, ഇത് ഭാവിയിൽ പിടിക്കപ്പെടുമെന്ന്. അല്ല, ഇതിപ്പോ നിങ്ങൾ കണ്ടില്ലേ, ഇപ്പൊ ഒരു സിവിൽ സർവീസുകാർ ഇതുപോലെ ഭിന്നശേഷി സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയിട്ട് പിടിക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ ഒരു പ്രോപ്പറായിട്ടൊരു അന്വേഷണം വന്നു കഴിഞ്ഞാല് ഈ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയ ആൾക്കാർ കുടുങ്ങില്ലേ? അല്ല, അത് അതിൻ്റെതായ പെർസെന്റേജ് ഉണ്ടല്ലോ, കുറച്ച് ആളുകളല്ലേ ചെയ്യുന്നത്. നിങ്ങൾ പറഞ്ഞ പോലെ കുറച്ച് അഭിനയിച്ചതിന്റെ ഫലമായിട്ട് എനിക്ക് വലിയ ഇതുണ്ട്, ഡിസബിലിറ്റി ഉള്ള സർട്ടിഫിക്കറ്റ് കിട്ടി. 45 പകരം 60, 80 ഒക്കെ ഉള്ള ഡിസബിലിറ്റി ഉള്ള സർട്ടിഫിക്കറ്റ് കിട്ടി. എന്തായിരുന്നാ പിന്നെ ചെയ്താല് പിടിക്കപ്പെടില്ലാന്ന് വിചാരിക്കും അല്ലേ? ഓ ആയിക്കോട്ടെ, നേരിട്ട് വരാം. ഓക്കെ. ഇതാണ് ആ ശബ്ദരേഖ. വി ശ്രീജിത്ത്, വലിയ രീതിയിൽ വ്യാപകമാണോ ഈ വ്യാജ സർട്ടിഫിക്കറ്റ് നിർമ്മിച്ചു കൊടുക്കുന്ന ലോബി? അങ്ങനെ ചിലരെങ്കിലും ഇപ്പോൾ സർവീസിൽ ഉണ്ടെന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്, രഞ്ജിത്ത്? ഡോക്ടർ അരുൺ, ഈ ഉദ്യോഗാർത്ഥിയുമായി നമ്മൾ സംസാരിച്ചിരുന്നു. ഈ ഉദ്യോഗാർത്ഥിയുടെ ഒരു പ്രതികരണം, അദ്ദേഹത്തിൻ്റെ ഒരു ബൈറ്റ് നമ്മുടെ പക്കലുണ്ട്. അദ്ദേഹം പറയുന്നത്, ഈ ഉദ്യോഗാർത്ഥി ഒരു ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപകനാണ്. ഭിന്നശേഷി സംവരണം പൂർണ്ണമായി നടപ്പാക്കത്തിൻ്റെ പേരിൽ പോസ്റ്റിംഗ് കിട്ടാത്ത ഒരു അധ്യാപകനാണ്. ഈ അധ്യാപകന് കേൾവിക്കുറവിൻ്റെ സർട്ടിഫിക്കറ്റ് നൽകി ഭിന്നശേഷി സംവരണത്തിൽ ജോലിക്ക് കയറാം എന്നുള്ളൊരു വാഗ്ദാനം നൽകുന്ന യൂസഫ് പള്ളിവയൽ എന്ന് പറയുന്ന ഭിന്നശേഷി വിഭാഗത്തിൻ്റെ നേതാവിൻ്റെ തന്നെ ഒരു ഫോൺ സംഭാഷണമാണ് നമ്മൾ കേൾക്കുന്നത്. ഈ ഉദ്യോഗാർത്ഥിയുടെ പേര് ബിൻസിൽ മാസ്റ്റർ എന്നാണ്. ബിൻസിയുമായി നമ്മൾ സംസാരിച്ചിരുന്നു, അദ്ദേഹത്തിൻ്റെ ബൈറ്റും ലഭ്യമാണ്. ആ ബിൻസിൽ മാഷ് പറയുന്നത്, അദ്ദേഹത്തിൻ്റെ അറിവിലും അന്വേഷണത്തിലും ധാരാളം കേസുകൾ ഇത്തരത്തിലുണ്ട്. അതിൻ്റെ തെളിവുകൾ നമുക്ക് തന്നെ വരും ദിവസങ്ങളിൽ പുറത്തുവിടാനും സാധിക്കും. ഇതിൻ്റെ തുടക്കം എന്ന രീതിയിലാണ് ഈ ഫോൺ സംഭാഷണം നമ്മൾ പുറത്തുവിടുന്നു. ഈ ഫോൺ സംഭാഷണത്തോടൊപ്പം ഈ ഉദ്യോഗാർത്ഥിയായിട്ടുള്ള ബിൻസിൽ മാഷ് മുടക്കല്ലൂരിലെ ഒരു ആശുപത്രിയിൽ പോയി അവിടെ നിന്ന് 80% കേൾവിക്കുറവുണ്ട് എന്ന് പറയുന്ന ഒരു ടെക്നിക്കൽ സർട്ടിഫിക്കറ്റ്, ഈ ടെക്നിക്കൽ സർട്ടിഫിക്കറ്റ് വെച്ചുകൊണ്ടാണ് മെഡിക്കൽ ബോർഡിന് മുന്നിൽ പോയി ഒരു ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന ഔദ്യോഗികമായ സർട്ടിഫിക്കറ്റ് സംഘടിപ്പിക്കേണ്ടത്. ആ ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് സംഘടിപ്പിച്ചു കൊടുക്കുന്ന ആളുകൾ ഈ മെഡിക്കൽ ബോർഡിനകത്തുള്ള ഡോക്ടർമാർ ഈ സംഘടനയുടെയും ഈ തട്ടിപ്പുകാരുടെയും ആളുകളാണ്. അങ്ങനെയുള്ള മെഡിക്കൽ ബോർഡിലെ ഡോക്ടർമാരെ വെച്ചുകൊണ്ടായിരിക്കും ഇത്തരത്തിലുള്ള ഒരു വ്യാജ സർട്ടിഫിക്കറ്റ് നിർമ്മിച്ചു കൊടുക്കുക. നമ്മൾ പരിശോധിക്കുമ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വ്യാജ സർട്ടിഫിക്കറ്റ് എന്ന് പറയുമ്പോൾ ഈ സർട്ടിഫിക്കറ്റ് വ്യാജമാണ് എന്ന് ഒരിക്കലും തെളിയിക്കാൻ പറ്റില്ല. പക്ഷേ ഈ സർട്ടിഫിക്കറ്റ് കിട്ടിയിരിക്കുന്ന വ്യക്തികൾക്ക് ഭിന്നശേഷി ഇല്ല എന്ന് തെളിയിക്കാൻ നമുക്ക് സാധിക്കും. ഉദാഹരണത്തിന്, ബ്ലൈൻഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് കിട്ടി ജോലിക്ക് കയറിയ നിരവധി അധ്യാപകരുണ്ട്. അവരുടെ ഫോൺ നമ്പറും അഡ്രസ്സും വെച്ച് RTOയിൽ പരിശോധിച്ചാൽ നമുക്ക് അവർക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളതായി കണ്ടെത്താൻ പറ്റും. അത്തരത്തിലുള്ള തെളിവുകളുണ്ട്. വരും ദിവസങ്ങളിൽ നമുക്കത് പുറത്തുവിടാൻ സാധിക്കും. അപ്പോൾ ബ്ലൈൻഡ്, അതുപോലെ ഡെഫ് തുടങ്ങിയ ഏറ്റവും പ്രധാനപ്പെട്ട വൈകല്യങ്ങൾ ഉണ്ട് എന്ന് കാണിച്ചുകൊണ്ട് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി ജോലിക്ക് കയറുകയും ആ ജോലിയിൽ തുടരുകയും ചെയ്യുന്ന ആളുകളുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതിൽ അർഹതപ്പെട്ട ആളുകളുടെ തൊഴിലാണ് നഷ്ടപ്പെടുന്നത് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ യഥാർത്ഥ ഭിന്നശേഷിയുള്ള ആളുകൾ, അതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് 80% കേൾവിയില്ലാത്ത ആൾക്ക് ആ ജോലി നഷ്ടപ്പെടുകയും 40% മാത്രം കേൾവിക്കുറവുള്ള ഒരാൾക്ക് 80% ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് വ്യാജമായി നിർമ്മിച്ചു കൊടുക്കുകയും ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടാവും. അങ്ങനെ വരുമ്പോൾ യഥാർത്ഥത്തിൽ ഭിന്നശേഷിക്കാരനായ ഒരാളുടെ അവസരമല്ലേ അവിടെ നിഷേധിക്കപ്പെട്ടു പോകുന്നത്? ഇത് നോക്കൂ, ഏതെല്ലാം തട്ടിപ്പുകളാണ് ജോലിക്ക് വേണ്ടിയിട്ട്. പലതരത്തിലുള്ള തട്ടിപ്പുകൾ നമ്മുടെ നാട്ടിലുണ്ട്. ആ പലതരം തട്ടിപ്പുകളിൽ നമ്മളെ ഞെട്ടിക്കുന്ന മറ്റൊരു തട്ടിപ്പാണ്
ഈ ഭിന്നശേഷിക്കാരുടെ ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് പോലും വ്യാജമായിട്ട് നിർമ്മിച്ചു കൊടുക്കും. 20% ഉള്ളെങ്കിൽ അത് 60%, 80% ആക്കി കൊടുക്കുമെന്നാണ് പറയുന്നത്. വലിയ ശക്തമായ ലോബിയാണെന്നാണ് മനസ്സിലാക്കുന്നത്. നമുക്ക് ആ പ്രതികരണം കൂടി ഒന്ന് കേട്ടിട്ട് വരാം. അത് ഈ വ്യാജ ഭിന്നശേഷി സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുന്ന ഒരു നേതാവാണ്. നേതാവെന്ന് പറഞ്ഞാൽ അയാൾ രാഷ്ട്രീയ രംഗത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ്. കേരള കോൺഗ്രസ് ജേക്കബ് എന്ന് പറഞ്ഞ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അയാളാണ് ഈ വ്യാജ ഭിന്നശേഷി സർട്ടിഫിക്കറ്റിന് ഏറ്റവും കൂടുതൽ നേതൃത്വം കൊടുക്കുന്ന വ്യക്തി. അയാളാണ് ഒരുപാട് ആളുകൾക്ക് ഈ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി കൊടുത്തത്. എനിക്ക് തന്ന വാഗ്ദാനം എന്ന് പറഞ്ഞാൽ സർട്ടിഫിക്കറ്റ് അയാൾ ഉണ്ടാക്കി തരും. വ്യാജമായിട്ട് എനിക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി തരും. ആ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് എനിക്ക് എയ്ഡഡ് സ്കൂളിൽ ജോലിക്ക് കയറാം. ഒരു പൈസയും കൊടുക്കാതെ സൗജന്യമായിട്ട് എയ്ഡഡ് സ്കൂളിൽ ജോലിക്ക് കയറാം. അയാൾ പറഞ്ഞത് ശരിക്കും ഞാനൊരു അധ്യാപക സംഘടനയുടെ നേതൃത്വത്തിലിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഈ 16,000 ടീച്ചേഴ്സിന് അപ്രൂവൽ ആവാത്തൊരു വിഷയമുണ്ട് ഈ ഭിന്നശേഷിയുടെ വിഷയത്തിൽ. അപ്പോൾ അവരുടെ പ്രശ്നം പരിഹരിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ്, അല്ലെങ്കിൽ അവരെ എന്തുകൊണ്ടാണ് ഈ പ്രശ്നത്തിലേക്ക് പെടുത്തുന്നത് എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോയത്. അതിൻ്റെ ഭാഗമായിട്ട് ഈ വ്യക്തിയെ ഞാൻ സമീപിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞൊരു രീതിയുണ്ട് എങ്ങനെയൊക്കെ സർട്ടിഫിക്കറ്റ് കിട്ടും എന്നുള്ളത്. അപ്പോൾ അത് ഞാനൊരു ഹോസ്പിറ്റലിൽ പോയിട്ട് ആ രീതിയിൽ ആദ്യത്തെ ഒരു ഘട്ടം എന്ന നിലയ്ക്ക് നമുക്ക് മുമ്പ് ഈ പ്രശ്നം ഉണ്ടെന്ന് കാണിക്കണമല്ലോ, അതിനൊരു സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതുപോലെ അഭിനയിച്ചു. എനിക്ക് 80% ഡിസബിലിറ്റി ഉള്ള ഒരു സർട്ടിഫിക്കറ്റാണ് കിട്ടിയത്. അപ്പോൾ അത് നിസ്സാര കാര്യമല്ല. 80%, 40 വേണ്ടതുള്ളൂ, 80%ആണ് കിട്ടിയിരിക്കുന്നത്. ആ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ചിട്ട് പിന്നെ എനിക്കിത് ഒരുപാട് കാലം മുമ്പേ ഉണ്ടെന്ന് കാണിക്കാനുള്ള ചില സർട്ടിഫിക്കറ്റുകൾ അവർ കൃത്രിമമായിട്ടുണ്ടാക്കും. എന്നിട്ട് ഇവരെ കയ്യിൽ തന്നെ മെഡിക്കൽ ബോർഡിലെ ഡോക്ടർമാരുണ്ട്. അവർക്കൊരു ഹ്യൂജ് എമൗണ്ട് കൊടുത്തിട്ട് അവർ വഴിയാണ് ഈ വ്യാജ ഭിന്നശേഷി സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുന്നത്. അന്ന് എന്നോട് പറഞ്ഞ തുക 5 ലക്ഷമാണ്. പക്ഷേ പിന്നീട് ഞാൻ ഇതിലെ മറ്റ് കണ്ണികളിൽ പലരെയും ബന്ധപ്പെട്ടപ്പോൾ അത് 15 വരെ എത്തിയതായിട്ട് കാണുന്നുണ്ട്. നോക്കൂ, ഇതാണ് 5 ലക്ഷം രൂപ മുതൽ 15 ലക്ഷം രൂപ വരെ കൊടുത്താൽ ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് കിട്ടും. അത് ഡോക്ടർമാരുടെ പിന്തുണയോടുകൂടി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വി.എസ്. രഞ്ജിത്ത് തുടരുന്നുണ്ട്. വി.എസ്. രഞ്ജിത്ത് പ്രതികരണത്തിൽ അത് വളരെ വ്യക്തമാണ്. ഇതൊരു മുതിർന്ന രാഷ്ട്രീയ നേതാവ് കൂടിയാണ് ഈ സംഘടനാ നേതാവ്. അയാളുടെ നേതൃത്വത്തിലാണ് ഈ തട്ടിപ്പ് നടക്കുന്നത്. 15 ലക്ഷം രൂപ വരെ കൊടുത്താൽ ഭിന്നശേഷി സർട്ടിഫിക്കറ്റ്, ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് കയ്യിൽ കിട്ടും എന്നാണ് പറയുന്നത്. പിന്നെ ആരെയും ഭയക്കേണ്ടതില്ല എന്ന് പറയുന്നു. എന്ന് പറഞ്ഞാൽ മെഡിക്കൽ ബോർഡിനെ കൂടി സ്വാധീനിച്ചുകൊണ്ട്, ഈ ഡോക്ടർമാരെ കൂടി സ്വാധീനിച്ചുകൊണ്ടാണ് ഈ മാഫിയ സംഘം പ്രവർത്തിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ, അല്ലേ രുചിൻ? തീർച്ചയായിട്ടും മെഡിക്കൽ ബോർഡിന്റെ സപ്പോർട്ട് ഇല്ലാതെ പ്രവർത്തിക്കാൻ സാധിക്കില്ല. മെഡിക്കൽ ബോർഡിനകത്ത് ഇപ്പോൾ ബ്ലൈൻഡ്നെസ് ടെസ്റ്റ് ചെയ്യുന്ന ഒരു മെഡിക്കൽ ബോർഡാണെങ്കിൽ ആ മെഡിക്കൽ ബോർഡിൽ ഒരു ഡോക്ടർ മാത്രമായിരിക്കും ഒഫ്താൾമോളജി ഉള്ള, എന്ന് പറഞ്ഞാൽ കണ്ണിന്റെ വൈദഗ്ധ്യമുള്ള ഡോക്ടർ ഉണ്ടായിരിക്കും. ബാക്കിയൊക്കെ മറ്റ് സ്പെഷ്യലിസ്റ്റുകളായിരിക്കും. അപ്പോൾ ഈ ഒഫ്താൾമോളജിസ്റ്റ് ഒപ്പിട്ട് കൊടുത്താൽ ബാക്കി എല്ലാവരും അതിന് കീഴിൽ ഒപ്പിടുക എന്നുള്ളത് മാത്രമായിരിക്കും. അപ്പോൾ മെഡിക്കൽ ബോർഡിനകത്ത് ഇങ്ങനെ പ്രത്യേകമായി ഒപ്പിടേണ്ട, അതായത് ആ വൈദഗ്ധ്യം വേണ്ട ഡോക്ടർമാരെ സ്വാധീനിക്കുക എന്നുള്ളതായിരിക്കും ഇവർ ചെയ്യുന്നുണ്ടായിരിക്കുക. ഇതുമായി ബന്ധപ്പെട്ട ഒരു കേസ് കുറ്റ്യാടി പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായിരുന്നു എന്നാണ് നമ്മുടെ അന്വേഷണത്തിൽ മനസ്സിലായത്. പക്ഷേ കുറ്റ്യാടി പോലീസ് ഇപ്പോൾ കൊടുത്തിരിക്കുന്ന ഒരു വിചിത്രമായ റിപ്പോർട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുമായി ബന്ധപ്പെട്ടാണ്. ഈ സർട്ടിഫിക്കറ്റ് വ്യാജമല്ല എന്നുള്ളതാണ്. നമ്മളിപ്പോഴും പറയുന്നത് സർട്ടിഫിക്കറ്റ് വ്യാജമായിരിക്കില്ല, മെഡിക്കൽ ബോർഡ് യഥാർത്ഥമായി ഒപ്പിട്ട് കൊടുക്കുന്ന സർട്ടിഫിക്കറ്റാണ്. പക്ഷേ ഈ സർട്ടിഫിക്കറ്റ് കിട്ടിയിരിക്കുന്ന വ്യക്തികൾക്ക് ഡിസബിലിറ്റി ഇല്ല എന്നുള്ളതാണ് നമ്മുടെ കണ്ടെത്തൽ. എന്ന് പറഞ്ഞാൽ ഡിസബിലിറ്റി ഇല്ലാത്ത ആളുകൾക്ക് ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നു. ആ സർട്ടിഫിക്കറ്റ് എവിടെയെങ്കിലും പരിശോധിച്ചാൽ അത് വ്യാജമാണെന്ന് പറയാൻ പറ്റില്ല, കാരണം അത് ഒറിജിനൽ സർട്ടിഫിക്കറ്റാണ്. ഈ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കിട്ടുന്ന വ്യക്തികൾ യഥാർത്ഥത്തിൽ ഭിന്നശേഷിയുള്ളവരല്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിലാണ് അന്വേഷണം വരേണ്ടത്. നമ്മൾ വരും ദിവസങ്ങളിൽ അത്തരത്തിൽ ഭിന്നശേഷി ഇല്ലാതെ ഭിന്നശേഷി സർട്ടിഫിക്കറ്റ് കൈവശം വെച്ചിരിക്കുന്ന അധ്യാപകരുടെ വിവരങ്ങൾ കൂടി പുറത്തുവിടും. ഓക്കെ, താങ്ക് യു. റിപ്പോർട്ടർ ഇതിൻ്റെ ഒരു അന്വേഷണത്തിൽ തന്നെയാണ്. കാരണം ആ നീതി നിഷേധിക്കപ്പെടാൻ പാടില്ലല്ലോ. പൊതുവേ തന്നെ വളരെ വെല്ലുവിളിയോടുകൂടിയാണ് ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകൾ ജീവിക്കുന്നത്. അവർക്ക് നീതി കൊടുക്കേണ്ടിടത്ത് അവരുടെ തന്നെ കബളിപ്പിച്ചുകൊണ്ടുള്ള ഈ സംവിധാനം അത് നമുക്ക് പൊളിച്ചു കാട്ടിയേ മതിയാവൂ. ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകൾക്ക് വേണ്ടി നമ്മൾ ആ അന്വേഷണം നടത്തുകയാണ്. കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ നമ്മൾ പുറത്തുവിടും. എന്തൊക്കെ തട്ടിപ്പുകളാണല്ലേ! പാവം മനുഷ്യര്, കണ്ണ് കാണാത്തവര്, ചെവി കേൾക്കാത്തവര്, ആ ശരീരത്തിന്റെ അവയവങ്ങളിൽ വേണ്ടത്ര രീതിയിൽ വളർച്ച വരാത്തവര്, അപകടം പറ്റിയവർ, ഈ ഭിന്നശേഷിക്കാരായിട്ടുള്ള മനുഷ്യർക്ക് ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റിലും വ്യാജൻ വരുന്നു എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. മനുഷ്യന്റെ ആർത്തി എവിടെ പോയി നിൽക്കുന്നേ?